ഹലോ, നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാ. ഇന്ന് ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് ഇതിൻ്റെ ചെറിയ നാത്തൂനൊക്കെ വന്നിരുന്നു. അപ്പം നമുക്ക് ഒരു വീട്ടിൽ, നമ്മളെ കുടുംബത്തിലൊരു വീട്ടിൽ പോകാണ്ടേനി. അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് അങ്ങനെ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. അപ്പം നമ്മൾ കഥ പറഞ്ഞില്ല. അപ്പം നമ്മൾക്ക് ഇച്ചിരി കഥ പറഞ്ഞാലോ? കഥ പറയാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? ഗുഡ് നൈറ്റ് വീഡിയോയിലാണ് വന്നത്. ഇത്തിരിയെങ്കിലും നമുക്ക് കഥ പറയേണ്ട സമ്മതം ഉണ്ടാവില്ല. അപ്പോൾ ഹരി ഇന്നലെ അവിടെ കൊണ്ടുപോയാക്കാൻ വന്നതല്ലേ? ഹരി കൊണ്ടുപോയാക്കാൻ വന്നതാണ്. ഹരി അവിടെ വീടെത്താൻ നേരത്തെ എന്ത് ചെയ്യും? വേഗം അവളെ കൈവിട്ടിട്ട് നേരെ മുന്നിൽ നടക്കും, പെൺകുട്ടികൾ ബാക്കിലും. അങ്ങനെ അവിടെ ഉമ്മറത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പിന്നെ ചെറിയച്ഛനും ചെറിയമ്മയും സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ അമ്മച്ചി വിളിച്ചങ്ങോട്ട് കയറും. ആ മക്കൾ വന്നാ അതാ കുട്ടികളതാട്ടോ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നറിയും. അപ്പോൾ അവർ പറയും എനിക്ക് ഹരി എന്നറിയും ചെറിയച്ഛൻ. അപ്പോൾ പറയും ഇല്ല പിന്നെ അച്ഛൻ ഞങ്ങൾ പോവുകയാണ്, അല്ല ഞാൻ പോവാണ്, ഇനി പിന്നെ ഇവരിവിടെ ആക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് പെൺകുട്ടികൾ കയറും, സിറ്റൗട്ടിലേക്ക് കയറും. അപ്പോൾ അമ്മച്ചി ചോദിക്കും ഹരി പോവാ? ആ പോട്ടെ, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ വീട്ടിലേക്ക് പോയാൽ ഇവർ പെൺകുട്ടികൾ വേഗം പോയിട്ട് മഞ്ജു വേഗം പോയി സാരിക്ക് ചുറ്റിയതൊക്കെ അങ്ങോട്ട് അയച്ചിട്ട് മേലൊക്കെ കഴുകി മാറ്റി ഒരു നൈറ്റിയൊക്കെ ഇട്ടിട്ട് വേഗം ഒന്നും വേണ്ടല്ലോ, ഭക്ഷണം കഴിച്ച് അവർ കട്ടിൽ കയറി കിടന്നു. ഇവിടെ ഹരീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അവന് ഒരു വല്ലാത്ത വിഷമം ഉള്ള സമയത്ത് അവളോട് ഒത്തിരി പിണങ്ങിയോ അതൊക്കെ ആയിപ്പോയി അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കിടന്ന്. അപ്പോൾ അങ്ങനെ അവളെ സുന്ദരമായ പാദങ്ങളൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ട് അവൾ പറഞ്ഞ വാക്കുകളൊക്കെ വല്ലാതെ വിഷമങ്ങളൊക്കെ തോന്നി. അങ്ങനെയോ അവൻ ഓരോ തീരുമാനത്തോടെ കിടന്നുറങ്ങി. രാവിലെ പിന്നെ ഏറെ വൈകിയാണ് അവൻ ഉറങ്ങിയത്. നേരെ വെളുത്തപ്പോൾ നീക്കാൻ നേരെ വൈകി. അപ്പോൾ നമ്മളെ മനോജ് നീപ്പിച്ച് അപ്പോഴേക്കും അവർ കുളിച്ച് റെഡിയായി പോകാൻ നേരത്തെ ഹരി ഒരു ചായയൊക്കെ ഇട്ട് അവർ ചായയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങളൊക്കെ അല്ലേ അതൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ രണ്ടാളും ഇറങ്ങും. അപ്പോൾ ഹരി അറിഞ്ഞ അല്ല മനോജ് അറിഞ്ഞാൽ വിടട്ടെ, ഹരിയിട്ട് അറിയാം. അപ്പോൾ അവനും ഉണ്ടല്ലോ, അവൻ ജമാലിൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നത്. അതിന് പിന്നെ മനോജ് അങ്ങോട്ട് വിടും. ഇവ ഇറങ്ങാൻ നേരത്തെ അടക്കളപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആരും കാണില്ല. പിള്ളേർ ഉറങ്ങി. പിന്നെ നേരെ വലിയ ജിഷ എങ്ങനെയൊക്കെയോ കുളിച്ച് ചുപിച്ച് ഓടി കോളേജിലേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു 9:30 ഉണ്ടാവും ഇറങ്ങുമ്പോൾ. അങ്ങനെ പിന്നെ നേരെ ഇവരെ വീട്ടിലേക്ക് പടിപ്പുര കയറി, വണ്ടി അവിടെ നിർത്തി പടിപ്പുര കയറി. തമ്പുരാട്ടിനെ കാണാണ്ട് അവന് പോകാൻ പറ്റില്ലല്ലോ, അത്രയ്ക്ക് പ്രണയമായിപ്പോയി, പ്രണയം പൊരിഞ്ഞ സ്നേഹം. അങ്ങനെ അവിടെ ചെന്ന് മുറ്റത്തുനിന്ന് അങ്ങോട്ട് കയറും പക്ഷേങ്കിൽ രാവിലെ ഒന്നും കയറില്ല. പിന്നെ അമ്മച്ചിന്ന് വിളിക്കേണ്ടി വന്നില്ല. അപ്പം തന്നെ നമ്മളെ മറ്റേ ആൾ സിറ്റ് ഔട്ടിലേക്ക് വന്ന് ആരെയുമ്പളെ മഞ്ജു. അപ്പോൾ പിന്നെ അവൻ ചോദിക്കും അമ്മച്ചി എവിടെയാണ്? അപ്പോഴേക്കും വിളിക്കണോ? വേണ്ട, അമ്മച്ചിനെ വിളിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് ഒരു നുള്ളു തുണ്ട് പേപ്പർ എടുത്തുകൊണ്ട് അവളോട് പറയും കൈ നീട്ടാൻ പറയും. അപ്പോൾ ഇങ്ങനെ കൈ നീട്ടും. അപ്പോൾ കയ്യിൽ വെച്ചെടുത്ത് കൈയിൻ്റെ ഉള്ളിലേക്ക് ഒരു നുള്ളു എടുക്കും. എന്നിട്ട് പറയും ഇതെന്താ? അത് കൈമ്പോൾ വെച്ചോ, പിന്നെ ഇന്ന് വൈകുന്നേരം 7:30 ആകുമ്പോൾ ഒരുങ്ങി നിന്നുകൊണ്ട് പിന്നെ അപ്പോഴേക്ക് അങ്ങോട്ടേ അപ്പോൾ എൻ്റെ അന്തപുരത്തിലേക്ക് ഓളെ അതിനിപ്പോൾ എന്തിനാ ഒരുങ്ങിക്കണത്? ഞാൻ വിചാരിച്ചു വല്ല സിനിമയ്ക്കിട്ടാണെന്ന്. അപ്പോൾ സിനിമയ്ക്ക് വരുമോ? അവരുള്ള ചെറിയമ്മയ്ക്ക് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ആണോ? അവർ മഞ്ജു സിനിമയ്ക്കൊക്കെ പോകാറുണ്ടോ? അവർ എവിടുന്നായി? ഞാൻ സിനിമ കണ്ട് ഓർമ്മയൊന്നുമില്ല. കുഞ്ഞാകുമ്പോൾ ഇവിടുന്ന് ചെറിയമ്മൻ്റെ കൂടെ പോയിക്കണം. പിന്നെ അവിടുന്ന് ഹോസ്റ്റലിലും കാര്യമൊക്കെയല്ലേ. അപ്പോൾ നമ്മൾ പുറത്തും പോവാ, സിനിമയ്ക്ക് പോവാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല എന്നറിയാൻ ഓള്. അപ്പോൾ അവൻ ചോദിക്കും ആണോ? ഇന്ന് ശരി, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ വരെ ഒരുങ്ങി നിന്ന പിന്നെ ചെറിയമ്മനോടും ചോദിച്ചു. അപ്പോൾ എന്താ ഒരു സ്ഥലം വരെ പോവാണ്ട്, അതിവിടെ ഇത് സർപ്രൈസാണ്. അപ്പോൾ പറയും ഇല്ല ഹരി, ഞാൻ വരുന്നില്ല. പിന്നെ ഹരി അപ്പം പറയും വരുന്നില്ല. അവർ ഇല്ല, ഇനി ഡാഡിയൊക്കെ വന്ന് ദുബായിക്കൊക്കെ പോട്ടെ, എന്നിട്ടും നമുക്ക് ചെറിയമ്മനൊക്കെ സൂപ്പിട്ടിട്ട് ഞാൻ വരണ്ട കേട്ടോ. അപ്പം പറയും ഓക്കെ, നമ്മളൊറ്റയ്ക്ക് പോയിക്കോളാന്നേ, പെണ്ണുങ്ങളില്ലാണ്ട് നമുക്കൊക്കെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോഴൊക്കെ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ എന്നാൽ ശരി ചേട്ടാ പോട്ടെ എന്നറിയും. അപ്പോൾ അറിയാം ആണറിയാം. ചെറിയമ്മനെ കണ്ടില്ലല്ലോ ഇതുവരെ. അവളറിയാം അവിടെ ഉണ്ട്, അകത്തെവിടെയോ ഉണ്ട് തോന്നുന്നറിയാം. അങ്ങനെ അവനങ്ങോട്ട് പോട്ടോ, ടാറ്റ കൊടുത്തിട്ട് പോകും. അപ്പോൾ ഇവള് പിന്നെ ആ തുണ്ട് പേപ്പർ തുറന്ന് നോക്കുക. അവളത് വായിച്ചിട്ട്
വെറും 2 വരി മാത്രം. അപ്പോൾ ഇതെന്താ ഇപ്പോൾ അവൾ ചെറിയമണിയൊക്കെ പോയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയമണി ഒന്നും അവിടെ കാണില്ല. അപ്പോൾ തൊഴുത്തിലേക്ക് ഇങ്ങനെ ജനാൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അവിടെയും കാണുന്നില്ല, തൊഴുത്തിൽ പശുവിനും കാണില്ല. അപ്പോൾ വിചാരിക്കും എന്തായാലും ചെറിയ പശുവിനെ അങ്ങോട്ട് മാറ്റിക്കെട്ടാൻ പോയിണ്ടാവും എന്ന് വിചാരിക്കും. അങ്ങനെ അവൾ ചാരിക്കസേരി പോയി ചാരി കിടന്നിട്ട്, അല്ല ചാരിക്കസേരി പോയി ചാരി കിടക്കല്ല, ആദ്യം അവൾ എന്ത് ചെയ്ത് ആ അകത്തുനിന്ന് തുണ്ട് പേപ്പർ ചെറിയ 2 ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തുറന്ന് നോക്കുമ്പോൾ എന്താണ്, ഇന്ന് കൃത്യം 7:30 എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പെണ്ണ് വരണം ഒറ്റയ്ക്ക്, അത്ര മാത്രം കേട്ടോ. അപ്പോൾ എന്ന് മോളുടെ മാത്രം ഹാരിയട്ടെ, അത് മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ അവൾ ആ പേപ്പർ വേഗം കൊണ്ടുപോയിട്ട് ബാഗിൽ കൊണ്ടുപോയി സൂക്ഷിച്ചേക്കുക. എന്നിട്ട് അവൾ ആ ചെറിയച്ഛൻ്റെ ചാരികശാലയിൽ പോയി ഇങ്ങനെ കിടന്നിട്ട് കണ്ണടച്ചിങ്ങനെ സ്വപ്നം കാണാം. ഹരിൻ്റെ വീട്ടിലേക്ക് 7:30 അവളെ പോകുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നാളെ പറഞ്ഞാലോ ബാക്കിയോ. ഇന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാച്ച. അപ്പോൾ നാളെ നല്ല എൻജോയ്മെൻറ്റിൽ നമുക്ക് കഥ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല ഹാപ്പിയിലേനി സന്തോഷത്തിലേനി നല്ല പ്രാന്തക്കുട്ടി ആയിട്ടുണ്ട് അല്ലേ. നമ്മളിനിപ്പോൾ പെട്ടെന്ന് പോയി ഒന്ന് വേലൊക്കെ കഴുകിയിട്ട് കിടക്കാമെന്ന് വിചാരിക്കാൻ പറ്റും. ടാറ്റ ബൈ ബൈ സീ യു. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളോട് ഇച്ചിരി ഭാഗം അങ്ങോട്ട് പറഞ്ഞിട്ടിട്ട് നമ്മൾ പോവാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ കഥ കുറച്ച് അങ്ങോട്ട് പോയിന്ന്. ഇച്ചിരി ഉള്ളു, ഞാൻ കാണിക്കില്ല, ഇച്ചിരി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കണ്ടു. അപ്പം ഇന്ന് തിരി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, പറയാണ്ടക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പം എൻ്റെ കുട്ടികൾക്ക് കഥ മറന്നൂലേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ കഥ കേൾക്കുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്, സന്തോഷമാണ്, വളരെയധികം ഹാപ്പിയാണ്. കഥ കേൾക്കുന്നുണ്ടോ? ഇന്നലത്തെ കഥ കേട്ടോ? ഞാനിപ്പോൾ എങ്ങനെയാ അറിയാം നിങ്ങൾ കഥ കേൾക്കുന്നുണ്ടോ കേൾക്കില്ലേന്ന്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ കേട്ടോണ്ട് കേട്ടോ, സമയം ഉള്ളപ്പെടുത്തി വെച്ച് നോക്കിക്കൊണ്ടിട്ടാ. അപ്പം ലവ് യു ഉമ്മ. എല്ലാവർക്കും ഒന്ന് ഞായറാഴ്ച കഴിഞ്ഞു പോയില്ലേ, നാളെ പോകണ്ടേ? അയ്യടാ എൻ്റെ കുട്ടികൾ വർക്കിന് പോണ കുട്ടികളൊക്കെ പാവാണ്. സാരല്ലേ, സങ്കടപ്പെടണ്ടേ. നമുക്ക് 30-ാം തീയതി സാലറി കിട്ടുമല്ലോ, അപ്പം നമുക്ക് ഹാപ്പി അല്ലേ. ഗുഡ് നൈറ്റ്, കാര്യത്തിലും ഗുഡ് നൈറ്റ് പറഞ്ഞു. ഞാനിതൊക്കെ അടുക്കി പെറുക്കി വെക്കട്ടെ. നമ്മൾ പോയ വീട്ടിലെ കുട്ടിയില്ലേ, അവരെ അച്ഛമ്മൻ്റെ അടുത്ത് അച്ഛമ്മനെ കാണാൻ പോയതാട്ടോ. അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഒരു ഇതൊക്കെ കാണാൻ ഒരു ചടങ്ങുണ്ട്, അതിന് വേണ്ടി പോയതായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ഓരോ മോൻ്റെ മോൻ പിന്നെ മാഷാട്ടോ ആ കുട്ടി. എത്ര വയസ്സൊന്നുമില്ല, 10-22 വയസ്സായിട്ടുണ്ടാവുമായിരിക്കും, 24 ആയിട്ടുണ്ടാവും, എനിക്കറിയില്ല. പിന്നെ വയസ്സൊന്നും എനിക്കറിയത്തില്ല. നന്നായി വരച്ച ചിത്രം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. മെസ്സിനെയൊക്കെ വരച്ച എന്ത് സൂപ്പർ, അതിൻ്റെ അച്ഛനെ അച്ഛമ്മനെയൊക്കെ വരച്ചന് അടിപൊളിയുണ്ട്. ഞാനത് ഇതിൽ കൊടുക്കണ്ടേ കാണണേ. ഹലോ, ഗുഡ് മോർണിംഗ്, എല്ലാ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളെ ചോറൊക്കെ വാർത്ത് കുത്തിയെ നോർത്തി വെച്ചതാണ്. നമുക്കിന്ന് സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ? ഒന്നുമില്ല, അയില മുളകിട്ട ചാറ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ രസം ഇത്തിരി വെളിച്ചെണ്ണ വെച്ചതാ. ഇതാ നമ്മളെ ചിക്കൻ ഒരു സ്പെഷ്യൽ കറിയാണ്. ഇതിൽ നമ്മൾ മുളകും പൊടി ഒന്നും ചേർത്തില്ല, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഉള്ളി, കിഴങ്ങ്, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ. ഓക്കെ,